നമസ്കാരം. മഹാകുംഭമേളയുടെ ആരവത്തിലാണ് ഇപ്പോൾ ലോകം മുഴുവനും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ നിരവധി പേർ ഇതിനോടകം തന്നെ കുംഭമേളയിൽ എത്തിയിട്ടുണ്ട്. ആരംഭം മുതൽ ഇന്ന് വരെ കുംഭമേള ദർശിക്കാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് ഭക്തരാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഭക്തരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഇപ്പോഴിതാ ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുകയാണ് കുംഭമേള. ഒരു മാസത്തിനിടെ കുംഭമേളയിൽ പുണ്യസ്നാനം നടത്തിയത് 50 കോടി ഭക്തർ. ഫെബ്രുവരി 11 മഹാകുംഭമേളയുടെ തുടക്കത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രവചിച്ചത് 45 കോടിയിലധികം ഭക്തർ നഗരം സന്ദർശിച്ച് പുണ്യസ്നാനം നടത്തുമെന്നാണ്. എന്നാൽ ഈ കണക്കിനെയും മറികടന്നിരിക്കുകയാണ് ഇപ്പോഴത്തെ കണക്ക്. ഫെബ്രുവരി 14 ആയപ്പോഴേക്കും എണ്ണം 50 കോടി കവിഞ്ഞു. ഇനി 12 ദിവസവും ഒരു അമൃതസ്നാനവും കൂടി ബാക്കിയുണ്ട്. ഇത് കഴിയുന്നതോടെ 55 മുതൽ 60 കോടി വരെ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മാഘപൂർണിമ ദിനമായിരുന്നു. മാഘപൂർണിമ ദിനത്തോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് കുംഭമേളയിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ ദിവസം മാത്രം 73.6 ലക്ഷം പേരാണ് ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തിയത്. ഏറ്റവും കൂടുതൽ പേർ പങ്കെടുത്തത് മൗനി അമാവാസിയിലായിരുന്നു. അന്ന് 8 കോടിയിലധികം പേരാണ് കുംഭമേളയിൽ പങ്കെടുത്തത്. മകരസംക്രാന്തിയിലും ബസന്ത് പഞ്ചമിയിലും യഥാക്രമം 3.5 കോടി ഭക്തരും 2.5 കോടിയിലധികം ഭക്തരും പങ്കെടുത്തു. ജനുവരി 30, ഫെബ്രുവരി 1 തുടങ്ങിയ മറ്റു ദിവസങ്ങളിലും 2 കോടിയിലധികം ആളുകൾ വീതം പങ്കെടുത്തു. പൗഷപൗർണമിയിൽ 1.7 കോടിയിലധികം പേർ പങ്കെടുത്തു. തിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ കനത്ത സുരക്ഷയാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ലക്നൌവിൽ നിന്നും പരിപാടികൾ നിരീക്ഷിച്ചിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ്. ഫെബ്രുവരി 26 മഹാകുംഭമേള അവസാനിക്കും. അതേസമയം മഹാകുംഭമേളയെ ചോദ്യം ചെയ്തിരുന്നവർ പോലും ഇപ്പോൾ രഹസ്യമായി വന്ന് പുണ്യസ്നാനം നടത്തുകയാണെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നു. ചിലർക്ക് കുംഭമേളയുടെ സംഘടനാ രീതി ഇഷ്ടപ്പെട്ടില്ല. നിശബ്ദമായിരുന്ന് മറ്റുള്ളവരെ കോവിഡ് വാക്സിൻ എടുക്കാൻ തിരുത്സാഹപ്പെടുത്തിയ അതേ ആളുകൾ തന്നെയാണ് ഇവർ. ഇപ്പോൾ അവർ രഹസ്യമായി ഘട്ടിൽ മുങ്ങിക്കൊളിക്കുകയാണ്. എന്നാൽ പൊതുജനങ്ങളെ അവിടെ പോകുന്നത് തടയാൻ ശ്രമിക്കുന്നു. യോഗി ആദിത്യനാഥ് ഇതിനോടകം ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്, കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ, UP പ്രതിപക്ഷ നേതാവ് മാതാ പ്രസാദ് പാണ്ഡെ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസങ്ങളിൽ കുംഭമേളയിൽ പങ്കെടുത്തത് പുണ്യസ്നാനം ചെയ്തിരുന്നു. ഇതിനെതിരെയാണ് യോഗി ആദിത്യനാഥ് രൂക്ഷ വിമർശനം ഉന്നയിച്ചത്. കുംഭമേളയിലെ ഒരുക്കങ്ങൾ മുതിർന്നവരായ ഭക്തർക്ക് പര്യാപ്തമല്ലെന്നും സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച സംഭവിച്ചുവെന്നായിരുന്നു അഖിലേഷ് യാദവിന്റെ ആരോപണം. വെബ് ഡെസ്ക് തത്തുമൈ TV.